I just negotiate with fate. Only Edmund Towers with the silent. ലോഡായി. ഹലോ, ലെറ്റ്സ് ഗോ. അല്ലേ പിന്നല്ല, ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. അമ്പോ, ഇവിടെ ഇത്രയും നേരം കണ്ട ഇപ്പൊ വാർപ്പും കോർപ്പും ഒന്നും ഇട്ടിട്ടില്ല, നേരെ ലോഡായി. ഗൈസ്, അപ്പൊ എല്ലാവർക്കും വെൽക്കം സ്ട്രീം, എല്ലാവർക്കും വെൽക്കം, എല്ലാവർക്കും വെൽക്കം, എല്ലാവർക്കും വെൽക്കം, എല്ലാവർക്കും വെൽക്കം, എല്ലാവർക്കും വെൽക്കം, എല്ലാവർക്കും വെൽക്കം, 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 വെൽക്കം. TV family member or co-leader, please drop your number. ഇത് ഏതിനകത്ത് ഇടണം? യെല്ലോ പേജിലാണോ ഇടണ്ടേ? ഗൈസ്, എല്ലാവർക്കും വെൽക്കം സ്ട്രീം, എല്ലാവർക്കും വെൽക്കം, എല്ലാവർക്കും വെൽക്കം. ഇപ്പൊ നമ്മൾ സിറ്റി കയറിയ സ്ഥിതിക്ക് 2 മിനിറ്റ് സിറ്റി റീസ്റ്റാർട്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും. മനസ്സിലായ? അതാണ് സംഭവിക്കാൻ പോണത്. ഇത് ഏതായിരുന്നു? നേരെ കേക്ക് വിളിക്കാം. കേക്ക് ഉണ്ടല്ലോ. ടർഫ് പോയ ടർഫ് 11 മണി. ഇത് ആര്? ഇത് ഏത് ഡ്രസ്സാ? ഹലോ, 13 PL ഇനി കൂടുതൽ. ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കുറ്റസമ്മതം നടത്താനുണ്ട്. ഞാൻ എൻ്റെ സാധനങ്ങളൊന്നും വില കൊടുത്ത് മേടിച്ച ഒരു സാധനങ്ങളും ഞാൻ അടിച്ചു പൊട്ടിക്കാറോ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷേ ഇതെനിക്ക് നിങ്ങളെ കാണിക്കണം. ഇന്നലെ ലൈവ് ഇടാനുള്ള കണ്ടിന്യൂസ് ശ്രമത്തിനിടയിൽ എന്നെ കഴിഞ്ഞ 3.5-4 വർഷമായിട്ട് PUBG സ്ക്രിംസ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ PC എൻ്റെ അടുത്ത് ഭയങ്കര ഇമ്മച്യൂറായിട്ട് ബിഹേവ് ചെയ്തു PC. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോസിലൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് എനിക്ക് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന മൗസാണിത്. ഡെത്താഡർ V3 Pro. ഇതാണ് ആ മൗസ്. പെട്ടെന്ന് അന്നാരത്തെ ഒരു ദേഷ്യത്തിൽ സ്ക്രിംസ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ ഇതാക്കിയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ചാടി എണ്ണീറ്റ സമയത്ത് എൻ്റേതായിട്ടുള്ള തെറ്റ് ആണെന്ന് ഞാനത് സമ്മതിക്കുന്നു. ഞാനത് പബ്ലിക്കലി ആ ഒരു കുറ്റം ഞാൻ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഞാൻ മൗസ് ഇങ്ങനെ എടുത്ത് താഴോട്ട് വെച്ച സമയത്ത് ഇത് കണ്ടോ, ഈ ബട്ടൺ ഉണ്ട്, ഇങ്ങനെ ഞെക്കാൻ പറ്റും. പക്ഷേ ഇവൻ ആ ഇടിയിൽ പിണങ്ങി. ഇവന് ഒരനക്കോ ഇത് കണ്ടോ, കണ്ടോ അങ്ങനെ ഞെക്കിയാലാണത് അമങ്ങുന്നത്. ഇതും പോയോ? ഇല്ല, ഇത് വർക്കിങ്. ആ ഒരു നിമിഷത്തെ 4 വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. റെസ്റ്റ് ഇൻ പീസ്. മെന്നി ഇത് മുന്നിൽ കണ്ടിട്ടാണെന്ന് തോന്നുന്നു അതെനിക്ക് മേടിച്ചു തന്നത്. കാരണം ഇത് ഡെത്താഡർ V3 അപ്പം V4 Pro എനിക്ക് ഓർഡർ ചെയ്ത് തന്നായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ. അതിന് ആ മൗസ് ഉള്ളതിൻ്റെ അഹങ്കാരമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ അങ്ങനെ ഇതാക്കിയതല്ല കഴിച്ചു. ഇങ്ങനെ ഞാൻ മൗസ് ഇങ്ങനെ പിടിച്ചോണ്ട് കളിച്ചോണ്ടിരുന്നപ്പോൾ ഇങ്ങനെ വെച്ച് എണ്ണീറ്റതാണ്, മനസ്സിലായ? ഞാൻ എടുത്ത് എറിഞ്ഞതല്ലത്. എന്ത് ചെയ്യാൻ പറ്റൂടാ, അവസ്ഥയായിപ്പോയി. അത് ഇപ്പം ഞാൻ നിങ്ങളോട് ഇത്രയും കഥ പറഞ്ഞ എന്തിനാണെന്നറിയോ? ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് ഒന്നും മിണ്ടാതിരുന്ന എന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾ വിചാരിച്ചേ? ആ ബട്ടണിലാണ് സംസാരിക്കുന്ന ബട്ടൺ. യോഗി, ഞാനിപ്പോൾ കോൾ എടുക്കാം. ഈ വൈറ്റിക്സ് ബൈവോ അങ്ങനെ വീണ്ടും ചെയ്ത് മറ്റേതും കൂടെ നശിപ്പിക്കല്ലേ എന്ന്. ഇല്ല ഒരു GT ഓൺലൈനിലാണോ പുഷ് ടോക്ക്? ഇപ്പൊ അപ്പുറത്തൊരാൾ കരി കേട്ട ഓറ പോയെന്ന് പറഞ്ഞ് ഞാൻ പുള്ളി ഒന്ന് വിളിക്കട്ടെ.
ആ ഹലോ 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 ജോക്കി കേക്കാവോ? ഹലോ കേക്കുന്നുണ്ടോ? ഹലോ കേക്കാവോ? ആ കേക്കാം പറ എടാ കേക്കാവോ? കേക്കുന്നില്ല ഞാൻ പറയുന്ന. ഹലോ ആ പുള്ളി ചാറ്റി പറഞ്ഞതുപോലെ അത് ഞെക്കി മറ്റേ ബട്ടണും പോയി. ഓക്കെ ഹലോ ജോക്കി കേക്കാവോ? എടാ ഞാൻ പറയുന്നത് കേക്കാവോ? നിങ്ങൾക്ക് കേക്കാവോ ഞാൻ പറയുന്നത്? ഹലോ ഞാൻ പറയുന്നത് കേക്കാവോ? ഞാൻ പറയുന്നത് കേക്കാവോ? എടാ ഞാൻ പറയുന്നത് കേക്കാവോ? ഹലോ എവിടെ ഇരിക്കുന്നേ? ജോക്കി കേക്കാവോ ഞാൻ പറയുന്നേ? കേക്കാം ഇപ്പൊ കേക്കാം. എവിടെ ഇരിക്കുന്നേ? അതെ എന്റെ തൊണ്ടയ്ക്ക് ഒരു ചെറിയ പ്രശ്നം പറ്റിയതായിരുന്നേ ജോക്കി. ഇപ്പൊ കേക്കാവോ? ഓക്കെ. എവിടെ ഇരിക്കുന്നേ? ഞാൻ ഗാംഗോസില്. ഹലോ അപ്പൊ ഓക്കെ മോനെ. ഓക്കെ. ഹലോ ഹലോ പറ. ഇതാരെ കൊണ്ടുവിട്ടത്? നല്ലായിരുന്നു. ജോക്കി അപ്പൊ വെൽക്കം ബാക്ക് ടു ഗാങ്സ്ലോട്ട്. അതിപ്പോ ഉണ്ടേലും ഇല്ലേലും അത് തന്നെയല്ലേ? അല്ല ആവശ്യമുണ്ടോ? നമ്മള് ബാലൻ വന്ന് ചേർത്തിടനോട് ബാലൻ തന്നെ പറഞ്ഞിട്ടാണ് മാറ്റിയിട്ടത്. വേറെ ഒന്നും ഇതാക്കിയിട്ടില്ല. ഞാനല്ല ബാലനെ മാറ്റിയത്. അവൻ 3-4 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞ അടുത്ത ശനിയാഴ്ച ഒക്കെ ആകുമ്പോഴേ അവൻ ഇന്ന് കയറുന്ന നാളെ കയറുന്ന അവൻ തന്നെ പറയാനാണോ എനിക്ക് അറിഞ്ഞൂടാ. അവൻ പറഞ്ഞ കാര്യമാണ്. അപ്പൊ അവൻ വന്ന് പറഞ്ഞിട്ടാണ് ജോക്കിയുടെ എതിർത്തിട്ടത്. അപ്പോൾ ബാലന്റെ സ്ലോട്ടിലാണ് കറന്റ് ഇപ്പം ജോക്കി കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി എക്സ്ലാൻഡിസിലെ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. ബ്രാവോടത്തൊക്കെ സംസാരിച്ചിട്ടുണ്ട്. 40 സജഷൻ നമ്മൾ ആക്കിയിട്ടുണ്ട് ഓൾറെഡി. ഗാങ്സിലോട്ട് 40 ആക്കുന്ന രീതിയിലത്തെ ഒരു സജഷൻ ബ്രാവോടത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗാങ്സിലോട്ട് 40 ഒക്കെ ആയി കിട്ടുവാണെങ്കിൽ നമുക്ക് എല്ലാവരും ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ സിറ്റുവേഷനിൽ ഇതൊന്നും കൂടത്തില്ലെന്ന് ഓൾറെഡി അവർ പറഞ്ഞായിരുന്നു. അതായത് എന്താ പറയുക 35-ന് മുകളിൽ അവർക്ക് ഇനി മെമ്പേഴ്സിനെ കൂട്ടാൻ പറ്റുന്നത്. കാരണം ഇപ്പം തന്നെ 35 പേര് ഇനിഷ്യൽ സിറ്റുവേഷൻ കളിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. അപ്പോൾ 35 സിറ്റുവേഷൻ ഗാങ്സ്ലോട്ടിൽ ആൾക്കാർക്ക് ഇടായിരിക്കും. പക്ഷേ ഇത് ശോകമാണ്. 35-ന് മുകളിലോട്ട് മെമ്പേഴ്സ് കൂടുന്നു. സിറ്റുവേഷനിൽ 40 മുട്ട ശോകമാണ്. അത് നമ്മളാണേലും പറഞ്ഞ് 40 മെമ്പേഴ്സിനൊന്നും കയറ്റാൻ പറ്റൂലടാ. 40 മെമ്പേഴ്സിനൊന്നും കയറ്റാൻ പറ്റത്തില്ല. അത് ആയാലും ഇല്ലല്ലോ. ഞാൻ പറയുക ഞങ്ങൾ നമ്മുടെ സൈഡിൽ നിന്നുള്ള ആൾക്കാരുള്ളൊരു സജഷനായിട്ട് പറഞ്ഞതാണ്. 35 ഓക്കെയാണ്. അല്ല വാർ സിറ്റുവേഷൻ കൂടത്തില്ല കേസ്. സ്ലോട്ട് മാത്രമാണ് കൂടുന്നത്. മനസ്സിലായി? വാറിൽ 35 ഇനിഷ്യൽ 35 പ്രീ വാർ 25 ഇത് എന്നുള്ള രീതിയിൽ സജഷൻ പറഞ്ഞതാണ്. അവർ കേൾക്കൂല്ല എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത് ഈ RP സ്ലോട്ട് എന്ന് പറഞ്ഞൊരു സാധനം പറ്റൂല. അതാണ് പ്രശ്നം. അതല്ലേ എല്ലാവർക്കും ഈ RP ചെയ്യുന്നവരുടെ മെക്കിട്ട് കയറാൻ വരും കേസ്. അതാണ് പറഞ്ഞത്. RP സ്ലോട്ട് നമുക്ക് നോക്കാം. എന്തായാലും ആവുന്നെങ്കിൽ ആവട്ടെ, ഇല്ലെങ്കിൽ ഇല്ല. ഈ ഫോണൊക്കെ എന്താ ലോഡാവുന്നത്? കോൾ വിളിക്കുമ്പോൾ ഇങ്ങനെയാണ് അണ്ണാൻ്റെ സെർവറാടാ. ഇല്ലടാ, അത് അവർ കമ്മ്യൂണിറ്റി മീറ്റിംഗ് ഒക്കെ കൂടിയിട്ട് എല്ലാവരുടെ അടുത്തും ചോദിച്ചിട്ടൊക്കെ മാറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഒരാൾ പറഞ്ഞു. ഹലോ കേക്കോ? ഓക്കെ. നമ്മുടെ അടുത്ത് വിളിക്കാൻ പറഞ്ഞായിരുന്നു. മിസ്റ്റർ എക്സിലെ ഒരു ഇത് വന്നായിരുന്നു, മെസ്സേജ് വിളിക്കാന്ന് പറഞ്ഞിട്ട്. എന്തായിരുന്നു? ഗണ്ണിന്റെ നമ്മള് മറ്റേ കൺസൈൻമെന്റിന്റെ കാര്യം ഒന്നും ആയില്ലേ? കൺസൈൻമെന്റ് തരില്ല. ആദ്യം ഗണ്ണ് തീരുമാനാക്കുക. അമ്പട ഇതൊക്കെ അങ്ങനെ ഗൗരവത്തിലൊക്കെ വർത്താനം. 3-4 ആഴ്ച എന്നെ പറഞ്ഞു പറ്റിക്കുന്നത്. ഒരാഴ്ചക്കുള്ള സെറ്റ്. ഒരാഴ്ച പറഞ്ഞിട്ട് ഇപ്പൊ 1 മാസം അറിയൂ.
നമ്മളെല്ലാ തെളിവുകളുമായിട്ട് നിങ്ങളുടെ മുന്നോട്ട് വരാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് സിറ്റിയിൽ സുനാമി വരും, പോവും. പിന്നെ തിരിച്ചു വരുമ്പോൾ കേക്ക് ഉണ്ടാവില്ല. പിന്നെ ഇനി കേക്ക് ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ തെളിവുകൾ കൊണ്ടുവന്നത് ആൾക്കാരുണ്ടാവില്ല. ഇത് രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ വേണ്ടേ? ഈ സിറ്റിയിലെ സുനാമി ഇതിനെല്ലാം പ്രശ്നം. ഞാനില്ലാത്ത സമയം സിറ്റിയില്. ഓ മൈ ഗോഡ്. മിസ്റ്റർ എന്താ നിങ്ങൾ ഗോഡ് ഫാദർ ഉണ്ടല്ലോ, ജോക്കിച്ചേ. പുള്ളിയോട് ചോദിച്ചോക്കൂ, ഞങ്ങളൊന്നും മീറ്റ് ചെയ്യാറുണ്ടല്ലോ. അല്ല, ജോക്കിയെ ഞാൻ അധികം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഏൽപ്പിച്ചിട്ടില്ല. ജോക്കിക്ക് കണ്ണിന്റെ കാര്യവും മറ്റേ നമ്മുടെ സെർച്ചിന്റെ കാര്യമൊന്നും അറിഞ്ഞൂടാ. അതുകൊണ്ടായിരിക്കും ഇതിപ്പോ. ഈ ഒരു കൺസൈൻമെന്റ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും കണ്ണൂടെ കിട്ടി കഴിയുമ്പോഴത്തേക്കിനെ ആ ഒരു കോൺഫിഡൻസ് വരും പെട്ടെന്ന്. എല്ലാം ഒന്ന് പടപടയെ ചെയ്യാൻ വേണ്ടി ഒരു കൺസൈൻമെന്റ് കൂടെ സെറ്റാക്കി തന്നാൽ ബാക്കി കാര്യമായിട്ട്. അത് പറഞ്ഞപ്പോഴാ എത്ര ഗണ്ട് എടുക്കണത് ഇപ്പൊ മൊത്തം? ചോദിച്ചാ ഞാൻ ലോക്കർ നോക്കി പറയണോ? കൃത്യ അളവ് വേണോ? ഏകദേശം. എന്നാലും കേക്ക് ചോദിച്ചല്ലേ, കട്ട് ചെയ്യില്ല. ഞാൻ എന്റെ റൂമിന്റെ തൊട്ടടുത്ത് ഒന്ന് നോക്കട്ടെ. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാവേ. ഓക്കെ. ഇത് സത്യം പറയണോ കള്ളം പറയണോ? ഇത് സത്യം പറയണോ കള്ളം പറയണോ? സത്യം പറഞ്ഞാൽ ഇനി പ്രശ്നമാവോ? 251 കണ്ണുണ്ട്. താഴെ ഇനി എത്ര കണ്ണുണ്ടെന്ന് അറിഞ്ഞൂടാ. താഴെ കണ്ണുമല്ലോ ഇരിപ്പുണ്ടോ? 251 കണ്ണാണ് കറന്റ് നമ്മളിൽ ഇപ്പോൾ ഉള്ളത്. താഴെ 250 ഉള്ള 250 കൺസ് ഉള്ളൂ. സത്യം പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? എടാ മന്ദാരം ഒന്നുമില്ലടാ ഇവിടെ. പകുതി അട്ടണം കേറാൻ പറ്റില്ല, പകുതി അട്ടണം ഇത് മൊത്തം അല്ല, ഇതിലുണ്ട് കണ്ണ്. 11 വരെ ഉള്ള ഇതിൽ അത്യാവശ്യം കണ്ണിരിപ്പുണ്ട് കഴിച്ചെങ്കില്. ഇതിലെത്രയാണ്? 1, 2, 3, 4, 5, 275, 277 കണ്ണ്. അത്ര അല്ലല്ലോ. ഹലോ ഹലോ, അതെ, ആരാണ്? മിക്കായല്ലേ, പറഞ്ഞോ, എന്തുപറ്റി? ആരാ? കൂട്ടുകാരന്റെ പേരെന്താ? എന്താ കൂട്ടുകാരന്റെ പേര്? ചിട്ടി ബാബു. ഞാനൊരു കാര്യം പറയാം. ഈ പറയുന്ന കൂട്ടുകാരനെ പോലും എനിക്കറിയത്തില്ല. അവനൊരു ആവശ്യത്തിന് വിളിച്ചാൽ പോലും ഞാൻ ചെയ്തു കൊടുക്കത്തില്ല. പിന്നെയാണ് ഇനി അവൻ പറഞ്ഞിട്ട് വേറൊരാൾ വിളിച്ചാൽ. ഓക്കെ, പിന്നല്ല ചിട്ടി തന്നതാണത്. അവ അണ്ണാച്ചിയാ ചിട്ടി. ഹലോ, ഹലോ ഹലോ എന്നാ പറഞ്ഞോ, ആരാ? ഞാനാ ടീച്ചറിന്റെ ഹോസ്റ്റേജ്. പറടാ. ടീച്ചറിന്റെ ഹോസ്റ്റേജ് എന്തുകൊണ്ടാന്നറിയോ? ഇല്ല. സാവേജ് 5 കോടി പറഞ്ഞിട്ടാ. സാവേജ് 5 കോടി തരാന്ന് പറഞ്ഞിട്ടാ. ആ 5 കോടി കിട്ടിയിട്ട് അണ്ണം തരുമോ? ഇല്ലടാ, ക്യാഷ് ഡീലിങ്സ് മൊത്തം ഞാൻ സാവേജിനെ ഏൽപ്പിച്ചേക്കുന്നത്. എൻ്റെ ബാങ്കിന്റെ ഫുള്ള് എനിക്ക് പോലും അറിയത്തില്ല. സാവേജ് ആണ് അതിന്റെ പാസ്വേഡ് ഇട്ടേക്കുന്നത്, ലോക്ക് ചെയ്തേക്കുന്നതും എല്ലാം. അവന്റെ അക്കൗണ്ടിലാണ് എൻ്റെ പൈസ മൊത്തം. ഇല്ല, സാവേജിനെ വിചാരിക്കണോടാ. ഞാൻ വേണം സാവേജിനെ വിളിച്ചിട്ട് പ്ലീസ് റിക്വസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ സാവേജിനെ വിളിച്ച് പറയട്ടെ.
നിന്റെ പേര് പറഞ്ഞ എങ്ങനെ അവനോട് പറഞ്ഞ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ നിന്റെ പേരെങ്ങനെ പറയണം? മാങ്ങാക്കോട്. മാങ്ങാക്കോട്. ഓക്കെ. ഇങ്ങനെയാണ് എൻ്റെ ഒരു ദിവസത്തെ ജീവിതം. മിനിമം ഒരു 50 പേരെ പറ്റിക്കണം സിറ്റിയിൽ, എന്നാലേ ഈ സിറ്റിക്ക് അത് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. എനിക്ക് ഒരു ലീഡർ എന്നുള്ള രീതിയിൽ മെമ്പേഴ്സ് എടുത്ത് വെക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കൂടെ മിനിമം ഒരു 50 പേരെങ്കിലും എനിക്ക് ഒരു ദിവസം കള്ളം പറഞ്ഞ് പറ്റിക്കേണ്ടി വരും. എന്തിനു ചെയ്യാനാണെന്ന് പറഞ്ഞാൽ കേക്ക് വിളിക്കട്ടെ. കേക്ക് എടുത്ത് റൗണ്ട് ഫിഗർ ഒരു 300 ഗണ്ണ് പറയാം, 30 ഗണ്ണ്. എന്നാൽ ഈ ഗണ്ണിന്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം ഉണ്ടാക്കണമല്ലോ. ഹലോ. കേക്ക് എല്ലാം കൂടെ നുള്ളി പറക്കി നോക്കിയാ നമ്മളെ ഒരു 120 ഗണ്ണുണ്ട്. അത്രേ ഉള്ളൂ. ഒരു 2 സിറ്റുവേഷൻ തന്നെ ഇപ്പൊ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 2 പ്രീവാർ ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ തീർന്നു. 35, 70 അങ്ങനെ പോയില്ലേ. പക്ഷെ ഇനിഷ്യൽ ഒരു പ്രീവാറും ഡൗൺ ആയാൽ തന്നെ 70 ഗണ്ണ് പോയി. അടുത്ത ദിവസം കൂടെ ഒരു പ്രീവാറും ഇനിഷ്യലൂടെ ഡൗൺ ആവാനുള്ള ഗണ്ണില്ല നമ്മുടെ കയ്യില്. എന്നോട് ചന്ദ്രൻ പറഞ്ഞതേ 700 ഗണ്ണുണ്ട് കേക്ക്. അതുകൊണ്ട് കൗണ്ട് 700 ഗണ്ണ് അവന്റെ തന്തയുടെ കയ്യിലായിരിക്കും 700 ഗണ്ണുള്ളത്. ഈ ചന്ദ്രന്റെ അവന്റെ അച്ഛനെ പറ്റി ഗണ്ണ് വെച്ചോടാ പണ്ട് തൊട്ടേ. അവന്റെ ആയിരിക്കും 700 ഗണ്ണുള്ളത്. അവൻ ഇവിടുത്തെ കള്ളൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അവൻ വീണ്ടും ഈ സിറ്റിന്ന് ആരുടെ തൊള്ളക്ക് വിളിച്ച് ബാനും മേടിച്ച് പോയേക്കോ. ഇവിടെ ഇല്ല അവൻ. മറ്റേ പീഡി വെറുതെ നിന്ന് പീഡിയെ പോയി അടിച്ചിട്ട് അവർക്ക് ദേഷ്യം വന്ന് അവര് പറഞ്ഞു വിട്ടവനെ. അങ്ങനത്തെ കള്ളനാണ് അവൻ. അവനെയൊക്കെ ആരെങ്കിലും വിശ്വസിക്കൂ കേക്ക്? കള്ളൻ ഓർമ്മയില്ലേ കണ്ണുകൊണ്ട് വെളിയിൽ പറിച്ചു വിറ്റത്? പിന്നെ സീരിയൽ ഇപ്പൊ ഉള്ള സീരിയൽ നമ്പർ ഇപ്പൊ തന്നെ ഞാൻ വേണേ ഉള്ള കണ്ണിന്റെ സീരിയൽ നമ്പർ ഇപ്പൊ തന്നെ പറയാം. അത്രയും ഇച്ചിരി കണ്ണല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ വേണമെങ്കിൽ ഞാൻ സീരിയൽ നമ്പർ പറക്കി തരാം. പിന്നെ അല്ലാതെ 125 കണ്ടത് അത് ഞാൻ എടുത്ത് വെച്ചേക്കാം. സീരിയൽ നമ്പർ കൺസൈൻമെന്റ്. പിന്നെ അവര് മിസ്റ്റർ എക്സിന് എന്തിനാ വിളിച്ചത് ഒന്ന് ചോദിച്ചിട്ട് പറയണേ. ഈ ചന്ദ്രൻ ഇല്ലടാ, അവൻ മുടിഞ്ഞു പോത്തേ ഉള്ളു. ഇവനെയൊക്കെ പിടിച്ച് കോലീഡറാക്കി വെച്ചിരിക്കുന്ന എന്നെ തല്ലണം. പോയി ഇവിടെ തള്ളക്കും പിടിച്ച് അവന്റെ വായിരിക്കുന്നതും കേട്ടിട്ട് സിയോൺ സിറ്റിയിൽ പോയിട്ട് മറ്റേ അവന്റെ ഒരു വലിയ മച്ചാനുണ്ട് അവിടെ. അവന്റെ സാമാനം പിടിച്ചിരിക്കണം അവൻ അവിടെ. അവനൊന്നും ഒന്നും അറിയണ്ടല്ല അവന്. തീട്ടക്കണ്ടി ടർഫ് എപ്പോഴാ? ടർഫ് 11 മണി. ഞാൻ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട്